ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെനാൽറ്റിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നമുക്കറിയാം സെക്ഷൻ 73-ൽ പെനാൽറ്റി ഉണ്ട്, 74-ൽ പെനാൽറ്റി ഉണ്ട്. 73-ലെ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ 10% ഓഫ് ടാക്സ് ഓർ 10,000 വിച്ച് എവർ ഇസ് ഹയർ എന്നാണ്. അതേസമയം സെക്ഷൻ 74-ലാണെങ്കിൽ ഈക്വൽ ടു ടാക്സ് ആണ് പെനാൽറ്റി. ഓക്കെ, അപ്പോൾ പ്രഥമ ദൃഷ്ടിയ നമുക്ക് തോന്നും 74 പ്രകാരമാണ് പെനാൽറ്റി കൂടുതൽ വരിക എന്നുള്ളത്. പക്ഷേ ചില സമയങ്ങളിൽ പെനാൽറ്റി 73-ലാണ് കൂടുന്നത്. കാരണം എന്താ? ടാക്സിൻ്റെ 10% ഓർ 10,000 വിച്ച് എവർ ഈസ് ഹയർ എന്നാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ചില സിറ്റുവേഷനുകളിൽ 73-ൽ പെനാൽറ്റി ഹെവി പെനാൽറ്റിയാണ് വരുന്നത്. ഉദാഹരണത്തിന് ഒരാൾ CGST ടാക്സ് അടയ്ക്കാൻ വരുന്നത് 10 രൂപയാണെന്ന് കരുതുക. ആ കക്ഷിക്ക് പെനാൽറ്റി അടയ്ക്കേണ്ടി വരുന്നത് 10 രൂപയുടെ 10%, അതായത് 1 രൂപ ഓർ 10,000 വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ എത്ര അടയ്ക്കേണ്ടി വരും? 10 രൂപ ടാക്സ് അടയ്ക്കാൻ വൈകിയതിന് 10,000 രൂപ പെനാൽറ്റി അടയ്ക്കേണ്ടി വരുന്നു. അപ്പോൾ ഒരാൾക്ക് നോട്ടീസ് വരുമ്പോൾ 10 രൂപ CGST, 10 രൂപ SGST അടയ്ക്കാൻ നിങ്ങൾക്ക് നോട്ടീസ് വന്നാൽ നിങ്ങളത് നോട്ടീസ് കിട്ടി വിതിൻ 30 ഡേയ്സിന് അടച്ചില്ല എങ്കിൽ നിങ്ങൾ 10,000 രൂപ CGST പെനാൽറ്റിയും 10,000 രൂപ SGST പെനാൽറ്റിയും കൂടെ മൊത്തം 20,000 അടയ്ക്കേണ്ടി വരും. ഇനി IGST എങ്ങാനും 1 രൂപ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ അടുത്ത 20,000 രൂപ അടയ്ക്കേണ്ടി വരും. ഇത് GST നിയമത്തിൽ ഉള്ള വലിയ ക്രൂരമായിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. തീർച്ചയായും മാറ്റപ്പെടേണ്ടതാണ്. ഇതുപോലെ ഒരു നോട്ടീസ് എൻ്റെ ഒരു ക്ലയൻറ്റിന് വന്നിരിക്കുന്നത്, നോട്ടീസല്ല ഓർഡർ വന്നിട്ടുള്ളതിൻ്റെ അടിയിലിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. വീണ്ടും കാണാം അടുത്തൊരു എപ്പിസോഡിൽ. ബൈ.